മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുന്നാൾ. ലോകത്തിൽ ഏറ്റവും ഭാഗ്യപ്പെട്ട മരണം കൈവരിച്ച ഒരു വ്യക്തിയുടെ മരണ ഓർമ്മയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും യേശുവിന്റെയും പരിലാളനയിൽ മരിക്കാൻ ഭാഗ്യം ലഭിച്ച ഏക വ്യക്തി. യേശുവിന്റെ സംരക്ഷണമായിരുന്നു ഔസേപ്പിതാവിനെ ദൈവം പരമേൽപ്പിച്ച ദൗത്യം പൂർത്തിയാകുമ്പോൾ ഈ ലോകത്തോട് വിട പറയുന്ന രീതിയിലാണ് ഓരോ മനുഷ്യന്റെയും സൃഷ്ടി. പ്രപഞ്ചത്തിൽ സസ്യലതാദികളും ജന്തുവർഗത്തിലും ഈ പ്രതിഭാസം തന്നെയാണ് നാം ദർശിക്കുക. മരിയ വാത്തോർത്തയുടെ ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ മാത്രമാണ് വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തെ കുറിച്ച് എന്തെങ്കിലും വിവരണങ്ങൾ കാണാൻ കഴിയുന്നത്. യേശു ആശാരിപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഔസേപ്പിതാവ് ബോധം നഷ്ടപ്പെട്ട് വീണ്ടു കിടക്കുന്നു എന്ന് മറിയം അറിയുന്നതും രണ്ടുപേരും കൂടി അതീവ വേദനയോടെ ഔസേപ്പിതാവിനെ ശുശ്രൂഷിക്കുന്നതും മരണത്തിനൊരുങ്ങുന്നതും യേശുവിന്റെ മടിയിലിരുന്ന് അന്ത്യശ്വാസം വലിക്കുന്നതുമായ ഹൃദയസ്പർശിയ വിവരണങ്ങളാണ് നാം ഇവിടെ കാണുക. ദൈവത്തിന്റെ ഹിതത്തെ പരിപൂർണമായി അനുസരിക്കുന്ന ഒരു മാതൃകാ പിതാവായിരുന്നു അദ്ദേഹം. വിവാഹ സമയത്ത് തന്നെ പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നൊക്കെയാണ് പാരമ്പര്യം. എന്നാൽ ഗർഭിണിയായ മറിയത്തെ നസ്രത്തിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരെയുള്ള ബെത്ലഹേമിലേക്കും അവിടെ നിന്ന് 700 കിലോമീറ്റർ അകലെയുള്ള ഈജിപ്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനും വർഷം തോറും തിരുനാളിൽ പങ്കെടുക്കാൻ കുടുംബത്തോടൊപ്പം പോയിരുന്നതുമെല്ലാം ധ്യാനിക്കുമ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു വ്യക്തിയായിരുന്നു ഔസേപ്പിതാവ് എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ജനനത്തിനും ഓരോ ദൈവിക പദ്ധതിയുണ്ട്. അത് നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. ക്ഷേമം എന്നാൽ ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ സമ്പാദിക്കുക എന്നല്ല, അത് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നമാണ്. വിശുദ്ധ ഔസേപ്പിതാവിന്റെ സ്വപ്നവും ലോകത്തിന്റെ നെറുകയിലെത്താനുള്ളതായിരുന്നു. ഈ ലോകം വിട്ടുപോകുമ്പോൾ സ്വർഗത്തിലെത്തി ചേരുന്നതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. ഉന്നതങ്ങളിൽ നിന്ന് വന്നവന്റെ പരിപാലനയാണ് ദൈവം അവനെ ഏൽപ്പിച്ച ദൗത്യം. താനാകുന്ന വളർത്തപ്പന്റെ ദൗത്യം അത് പൂർത്തിയാക്കുക എന്ന ദൗത്യം. ഇടയിൽ ഏറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരാണ് ഈ മൂവരും. അതുകൊണ്ടാണല്ലോ ആ കുടുംബത്തെ തിരുക്കുടുംബം എന്ന് വിളിക്കുന്നത്. അവൻ നിശബ്ദനായിരുന്നെങ്കിലും ആ കുടുംബത്തിന്റെ ഒട്ടും കുറവാത്ത സ്ഥാനം അവനുണ്ടായിരുന്നു. മക്കളോട് പോലും ശ്രദ്ധയിൽപ്പെടാതെ എല്ലാം ഹൃദയത്തിൽ സംഹരിച്ച് നിശബ്ദമായ കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിതം ഒരുങ്ങിവെക്കുന്ന ഓരോ കുടുംബ തലവന്മാരുടെയും മുൻ മാതൃകയാണ് വിശുദ്ധ ഔസേപ്പിതാവ്.